നമസ്കാരം. നമ്മുടെ നല്ല നാടിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങൾക്ക് കാഴ്ചയായി സമർപ്പിക്കുന്നത് ഒരു ബൗദ്ധിക പോരാട്ടമാണ്. ബൗദ്ധിക പോരാട്ടം ഒരു കായിക ഇനമായി വരുമ്പോൾ അതിൻ്റെ അവസാന വാക്കാണ് ചെസ്, അല്ലേ? പക്ഷേ ഈ ചെസ് കളിക്കാരൻ നിങ്ങൾക്കൊരു പുതുമയാണ്. കാരണം വെറും 10 വയസ്സ് മാത്രം പ്രായമുള്ള നിഹാൽ സരിത് എന്ന പേരുള്ള ഒരു ചെറു ബാല്യക്കാരൻ പോരാടുന്നത് 48 പ്രഗത്ഭരായ കളിക്കാരോടാണ്. ഈ 48 കളിക്കാരെ ഒരേ സമയം കേവലം 3.5 മണിക്കൂറുകൾക്കുള്ളിൽ തോൽപ്പിക്കുന്ന ഒരു രംഗമാണ് നമുക്ക് ആദ്യമിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ കളി നടക്കുന്നത്, ഈ മത്സരം നടക്കുന്നത് അമനഗര ചാവറ ഇന്റർനാഷണൽ ICSE സ്കൂളിന്റെ അങ്കണത്തിലാണ്. കാഴ്ചകളിലേക്ക്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലോകത്തിലെ നമ്പർ 1 ലിക്വിഡ് സ്റ്റെഫ്നർ, ലൈവ് ലിക്വിഡ് സ്റ്റെഫ്നർ. തൻ്റെ 5ാം വയസ്സിലാണ് നിഹാൽ ചെസ് കളിയിൽ ഒരു കമ്പം കാണിച്ചു തുടങ്ങിയത്. അന്ന് മുതൽ തന്നെ അറിയുന്നവരെല്ലാവരും പറഞ്ഞു ഇയാൾ നല്ലൊരു കളിക്കാരനാവും, അതിനുള്ള പ്രാഗൽഭ്യം ചെറുപ്പത്തിലെ തന്നെ ഇവനിൽ അവശേഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ അതിനുള്ള കെൽപ്പുള്ളവനാണ് എന്ന്. ആദ്യം പഠിപ്പിച്ച അധ്യാപകൻ പറയുന്നത് ഇങ്ങനെയാണ്. സ്കൂളിൽ കോട്ടയം എക്സൽഷൻ സ്കൂളിൽ വെച്ചാണ് ആദ്യം നിഹാലെ പരിചയപ്പെടുന്നത്. അവിടെ വെച്ച് ആക്ച്വലി അവൻ വന്നപ്പോൾ ഹി വാസ് ബ്രില്യൻ്റ്. ഒരു സാധാരണ പിള്ളേരെ കാണിക്കുന്ന കാലം കൂടുതലും ഒരു പൊട്ടൻഷ്യൽ എന്തൂസിയാസം കാണിച്ചു തരുന്നു. അപ്പം അന്നേരം എനിക്ക് തോന്നിയത് സാധാരണ ഒരു ലെവലുള്ള പിള്ളേരല്ല, അതിനേക്കാളും കൂടുതലൊരു നമുക്ക് ഉള്ളിലൊരു ഇൻഡ്യൂഷൻ വരും, ഒരു ഒന്നിലൊരു തോന്നൽ വരും. ഇങ്ങനെ ഒരു സാധാരണ പിള്ളേരായിട്ട് വ്യത്യസ്ത ഒരു കാറ്റഗറി അതാണ്. അന്നേരം തന്നെ ഞാൻ വൈസ് പ്രിൻസിപ്പൾ കോട്ടയം എക്സൽഷൻ സ്കൂളിൽ വൈസ് പ്രിൻസിപ്പൾ അറിയിച്ച എനിക്ക് പേരൻസായിട്ടൊന്ന് സംസാരിക്കണമെന്ന്. അങ്ങനെ ആ പ്രകാരം ഡോക്ടർ എന്നെ വിളിച്ചു. നിഹാലിൻ്റെ ഫാദർ ഡോക്ടറാണ്. ഡോക്ടർ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നിഹാലിന് നല്ല കഴിവുള്ള ചെറുക്കനാണ്, അവന് ശരിക്കൊന്ന് പോളിഷ് എടുക്കണമെങ്കിൽ, ശരിക്കൊന്ന് ബ്രഷ് എടുക്കണമെങ്കിൽ അവൻ്റെ കുറച്ച് ടെക്നിക്കൽ ഭാഗം മാറാണ്ട് അവന് ഈ ആ കറക്റ്റ് ഫ്ലോയിലോട്ട് വരും. അങ്ങനെ എന്നാൽ എന്നാ ചെയ്യേണ്ടത്, ഞാൻ ഒന്ന് വീട്ടിൽ വന്ന് പഠിപ്പിക്കാമെന്ന്. അങ്ങനെ വീട്ടിൽ വന്ന് കോച്ചിങ് കൊടുത്തു. ഒരാഴ്ച കോച്ചിങ് തുടങ്ങി. ഒരാഴ്ച കൊണ്ട് തീർന്നു. പക്ഷെ ആ ബന്ധം ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തീർന്നില്ല. ഇപ്പോഴും ഫോണിൽ കൂടെ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കാറുണ്ട്, എല്ലാ കാര്യം അന്വേഷിക്കാറുണ്ട്. പിന്നെ അവധിക്കാലത്ത് അവിടെ ഫുൾ ടൈം അവിടെ വരുമായിരുന്നു. ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ വരുമായിരുന്നു. അവിടെ വന്ന് ഫുൾ ടൈം അവധി സമയത്ത് ഡോക്ടർ രാവിലെ വിട്ടേച്ച് പോകും, വൈകുന്നേരം പോകുന്നു. അപ്പോൾ കഴിഞ്ഞ ഈ 2014 അവധി വരെ അവിടെ ഫ്ലാറ്റിൽ വരുമായിരുന്നു. പിന്നെ ഇവിടെ കോട്ടയത്ത് ടൂർണമെൻറ്റ് കുഴപ്പം എപ്പോഴും വരും. അവന് ആ ബന്ധം ഞാനും തൃശ്ശൂരിലേക്ക് പോകും. പിന്നെ അവനെപ്പറ്റി പറയുകയാണെങ്കിൽ ഹീസ് ഗോട്ട് എ കാലിബർ ടു ബിക്കം എ വേൾഡ് ചാമ്പ്യൻ. അതിനുള്ള പൊട്ടൻഷ്യലുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഹാർഡ് വർക്കും ഡെഡിക്കേഷൻ വേണം. അത് അവൻ്റെ ഭാഗത്തും ചെയ്യുന്നുണ്ട്, അവനെക്കൊണ്ട് പറ്റുന്നവൻ ചെയ്യുന്നുണ്ട്. റൈറ്റ് നൗ ഈസ് ഓൾറെഡി വേൾഡ് യൂത്ത് ചാമ്പ്യനായി. അവൻ്റെ പ്രായത്തിൽ അത് വലിയൊരു അച്ചീവ്മെൻ്റാണ്. ഇതിലുപരി ഒറ്റവാക്ക് ഞാൻ ദേവാനുഗ്രഹമാണ്. ദൈവത്തിനോട് ശരിക്കും എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ നന്ദി ദൈവത്തിന് ഒരു ഒറ്റ ബലം കൊണ്ടാണ് കയറി പോകുന്നത്. ദൈവത്തിന് നന്ദി.
പ്രഗത്ഭരായ പല ചെസ് കളിക്കാരെ ഗ്രാൻഡ് മാസ്റ്റേഴ്സിനെ വരെ തോൽപ്പിച്ചിട്ടുള്ള ആളാണ് നിഹാൽ. നിഹാലിനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 10 വയസ്സേ പ്രായമുള്ളൂ. ഇതിനിടയിൽ 10 വയസ്സിൽ താഴെയുള്ള ലോക ചാമ്പ്യൻഷിപ്പ് ഒരിക്കൽ നേടി മറ്റ് 3 രാജ്യങ്ങളിൽ പോയി അവിടുത്തെ ചാമ്പ്യൻഷിപ്പുകൾ കരസ്ഥമാക്കുകയും ചെയ്തു ഈ കൊച്ചുമിടുക്കൻ. നമ്മുടെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ കോട്ടയത്തു നിന്നൊക്കെയാണ്. അതുകൊണ്ട് കോട്ടയം ജില്ലക്കാർക്ക് അഭിമാനിക്കാം. ഇപ്പോൾ താമസം തൃശ്ശൂരാണ്. ഭാഷയിലൊക്കെ ഇത്തിരി തൃശ്ശൂർ മണക്കുന്നുണ്ട് അല്ലേ? ഭാഷ തൃശ്ശൂർ ഭാഷയില്ലേ? അല്ല, ആണോ? ഇപ്പൊ പക്ഷെ ഞാൻ സംസാരിക്കുമ്പോഴേക്കും സംസാരിക്കുന്നത് നല്ല തൃശ്ശൂരൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇല്ല, മുഴുവൻ കോട്ടയം തന്നെ ഇല്ല. ഓക്കെ. അപ്പൊ ചെസ്സിന്റെ ഭാഷ എന്താ? എന്താ അത്? റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ പീസും നമ്മൾ നോക്കൂലേ, ഓരോ കടി നോക്കുമ്പോഴും റൂക്ക് നൈറ്റ് ബിഷപ്പ് ക്യൂൻ കിങ് പോൺ അതിന് മലയാളത്തിൽ എന്തൊക്കെയാ പറയാ? റൂക്ക് ആയ പേര്, നൈറ്റ് കുതിര, ബിഷപ്പ് ആന, ക്യൂൻ രാജ്ഞി, കിങ് രാജാവ്, പോൺ പടയാളി. ഇത്ര പേര് വെച്ചിട്ടാണ് കളിക്കുക അല്ലേ? നൈറ്റിന് എന്ന് പറയും, റൂക്കിന് 6 എന്ന് പറയും, ബിഷപ്പിന് ബി എന്ന് പറയും, ക്യൂന് ക്യൂ എന്ന് പറയും, കിങ്ങിന് കെ എന്ന് പറയും. ഇതാണ് നമ്മൾ നമ്മളൊന്നും പറയില്ല. അപ്പൊ 4 സ്ക്വയർസ് ഉണ്ടാവില്ല ബോർഡില്. ബോർഡിലാണെങ്കിൽ ഓരോ റോയിലും ഓരോ കോളമിലും 8 കോളമുണ്ട്. നമ്മൾ ഒന്ന് കണ്ടിട്ട് അടുത്ത കോളത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ പഴയ മൂവ്മെന്റ് മറക്കുകയും മുന്നിലുള്ള കളം കാണുകയും ചെയ്തു. ഇവർ 48 പേരെ ഒരുമിച്ചാണ് ഇന്ന് ഇവിടെ തോൽപ്പിച്ചത് അല്ലേ? 48 പേരെ ഒരേ സമയത്ത് 48 ചെസ് ബോർഡിൽ ഒരു ബോർഡ് കണ്ടു കഴിയുമ്പോൾ അതിലെന്ത് ആസ്പെക്റ്റുകളാണ്, എന്തൊക്കെയാണ് അതിലെന്തൊക്കെയാണ് പെട്ടെന്ന് നോക്കിയിട്ട് നമ്മുടെ അടുത്ത മൂവ്മെന്റിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുന്നത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? കളിച്ചെന്താന്ന് നോക്കണം. കളിച്ച എന്തിനാന്ന് വേണം നോക്കിയാ ഇത് നമുക്കും ഉണ്ടാവുമല്ലോ. ചെസ് പറഞ്ഞാല് വെറുതെ കളിച്ചിട്ട് കാര്യമില്ല, വെറുതെ കയറ്റി വെച്ചാല് ശരിയാവില്ല. ചെസ് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ചിട്ട് ഒരു ഉദ്ദേശം ഉണ്ടാവണം, ഉദ്ദേശം വേണം. അവരുടെ ഉദ്ദേശം മനസ്സിലാക്കി അവരുടെ ഉദ്ദേശം തടഞ്ഞ് നമ്മുടെ ഉദ്ദേശം ഉണ്ടാക്കിയെടുത്ത് ജയിക്കാൻ നോക്കുന്നതാണ് ചെസ്. രാജാവിനെ ശത്രുരാജാവിനെ കുടുക്കി കഴിഞ്ഞാൽ ശത്രുരാജാവിനെ കുടുക്കിക്കഴിഞ്ഞാൽ ജയിച്ചു, നമ്മുടെ രാജാവ് കുടുങ്ങാതിരിക്കുകയും വേണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് എത്ര മൂവ്മെന്റില് ഒരു ചെസ് കളിയില് ഒരു വിജയം നേടും? 2 മൂവ്മെന്റിൽ ചെസ് അപ്പുറത്തെ രാജാവിനെ കൊടുക്കാൻ പറ്റും. അങ്ങനെ എത്ര പ്രാവശ്യം ചാമ്പ്യൻഷിപ്പിൽ എപ്പോഴും സാധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും മത്സരങ്ങൾ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. അവരൊക്കെ അതിനൊക്കെ വലിയ കളിയിൽ നിൽക്കുന്ന ആളുകളാണ്. ചെറിയ കുട്ടികളുമായിട്ട് ഇത് എത്രാമത്തെ തവണയാണ് ഈ മൾട്ടി ഗെയിം കളിക്കുന്നത്? 5ാമത്തെ സമയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല. അതെന്തത്? ഈ കഴിഞ്ഞ എല്ലാം മറക്കുക. ചെസ് ബോർഡിൽ ആവശ്യമുള്ള സംഭവമാണ്. കഴിഞ്ഞ് പോകുന്ന മറക്കുക. ഒരു ബോർഡ് കണ്ടിട്ട് അടുത്ത ബോർഡിലേക്ക് വരുമ്പോഴേക്ക് അതല്ല സിമിൾട്ടേനിയസ് കളിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇതിനു മുമ്പ് കളിച്ച കളി മറന്നു പോകണം അല്ലേ? അത് മറന്നു പോകുന്നു. എന്നിട്ട് പിന്നെ നമ്മള് ഞാൻ ഇന്ന് ഇവിടെ കളി കണ്ടപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചപ്പോൾ ഏകദേശം ഒരു 75% ഓഫ് ദി ബോർഡിലും ചെസ് ബോർഡിലും ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അല്ലേ? ക്യാൻസൽ ചെയ്ത് രാജാവിനെ ഒന്ന് സേഫ് സൈഡ് വെക്കുന്നുണ്ട്. അതെന്താ? എന്തിനു വേണ്ടിയിട്ടാണ്? അത് ശരിക്കും ഇതിനു വേണ്ടി പ്രൊട്ടക്ഷൻ. മറ്റൊന്ന് രാജാവാണെങ്കിൽ നടുക്ക് കിടപ്പം സേഫ് അല്ല. പലപ്പോഴും ക്യൂന് ബോർഡിലില്ലാത്തപ്പോഴാണ് രാജാവ് സെന്ററിൽ നിൽക്കുന്നത് നല്ലത്. ക്യൂൻ ബോർഡിൽ ഇല്ലാത്തപ്പോ രാജാവ് സെന്ററിൽ നിൽക്കണം നിൽക്കുന്നതാണ് തിയറി. അപ്പൊ നമ്മൾ ഇപ്പൊ ഓക്കെ കൂടുതലും ഗെയിം ഓരോരുത്തർക്കും ഓരോ ഗെയിം പ്ലാനുകളുണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കാറുള്ള ആയുധം ഏതാണ്? ആനയാണോ തേരാണോ? ആന. അതിനെന്താണ് എന്താണ് അതിന് ആൾക്കാർക്ക് കാണാത്തില്ലാത്ത രീതിയിലുള്ള കോൺ മൂവ്മെന്റ് ആവുന്നതാണോ?
അതിന് മൂവ്മെന്റ് കോണായിട്ടില്ലേ? സൈഡിലേക്ക് ഒരു വൈറ്റിൽ മാത്രം മൂവ് ചെയ്യാൻ പറ്റുന്ന, കോണായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന അറിവല്ലേ? ഡയഗണൽ. ആ, അതുകൊണ്ടാ? അതാണ് ഇന്നത്തെ ഗെയിമിനകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് മൂവ്മെന്റ്. അപ്പോ ലോങ് റേഞ്ച് പീസല്ലേ ക്യൂനും ബിഷപ്പും ലോങ് റേഞ്ചാണ്. ബിഷപ്പിനാണെങ്കിൽ ഒരു കോൺ പോയിട്ട് മറ്റേ കോൺ വരെ പോവാനും ഇതിനും പറ്റും, റോക്കിനും പറ്റില്ലേ? സ്ട്രൈറ്റ് പോകില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ്. അപ്പൊ ഇനി ഇപ്പോ വരുന്നത് കളി സാധാരണഗതിയിൽ ഇത്ര നമ്മള് കളിച്ചു ചാമ്പ്യനായി, ഇപ്പം ലോക ചാമ്പ്യനായില്ല 3 തവണ, പല രാജ്യങ്ങളിലായിട്ട് പോയി മത്സരിച്ചിട്ടുണ്ട്. എത്ര സമ്മാനങ്ങൾ ഇതുവരെ കിട്ടിയിട്ടുണ്ട്? കഴിയുന്നെല്ലാം മറക്കാം, കഴിയുന്ന ദിവസം മറക്കാം. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പപ്പായ വിളിക്കുന്നത്. പപ്പ ഇസ് എ ഡോക്ടർ, ഹീസ് ഫ്രം തൃശ്ശൂർ. വരൂ. അപ്പോ ഡോക്ടർ സരീൻ, നിങ്ങളെ ഒരു ലക്കി ഫാദർ ഓഫ് എ വേൾഡ് ചാമ്പ്യൻ. അപ്പോ ശരിക്കും പറഞ്ഞാൽ അഭിമാനം ഉണ്ടോയെന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ഇതല്ല. ശരിക്കും ഇങ്ങനെ ഒരാള് എല്ലാ മാതാപിതാക്കളുടെയും സ്വപ്നമാണ്. കാരണം ബൗദ്ധിക തലത്തിലേക്ക് ഏറ്റവും ഉയരങ്ങളിലേക്ക് ഒരാൾ എത്തിച്ചേരുക, അത് ചെസ് പോലത്തെ ഒരു വലിയ മത്സരങ്ങളുടെ വേൾഡ് ചാമ്പ്യൻ ആവുക, അങ്ങനെയൊക്കെ ഈ ചെറുപ്രായത്തിനെ സാധിച്ചപ്പോൾ അവനിലുള്ള ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ ഇവൻ എന്തായിരുന്നു ചെറുപ്പത്തിൽ, ഇവനെ എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ആക്കിയത് എന്ന് ഉള്ളതിന് സാർ പറയാൻ പറ്റും? ഞാനിപ്പോ ആർക്കും ആരെയും ഒന്നും ആക്കാൻ പറ്റുന്ന ഞാൻ വിചാരിക്കുന്നില്ല. എന്നുവെച്ചാൽ നമ്മള് കുട്ടികളിലുള്ള കഴിവുകൾ കഴിയുന്ന നേരത്തെ തിരിച്ചറിഞ്ഞ്, എല്ലാവർക്കും കഴിവില്ലാതെ ഒരു കുട്ടി ഉണ്ടാവുന്നില്ല, ഏത് തരത്തിലുള്ള കഴിവാവാം. അപ്പോൾ കഴിയുന്ന നേരം തിരിച്ചറിയാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി. അത് ഞാൻ കരുതുന്നത്. നമ്മുടെ ആദ്യത്തെ കോച്ചായ മാത്യു സാറിനെ പോലെ അദ്ദേഹം എന്നൊരു വ്യക്തി ഇല്ലെങ്കിൽ നിഹാലൊന്ന് ചെസ് കളിക്കില്ലായിരുന്നു. അത് എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്. അപ്പോൾ അതുപോലെയുള്ള ഒരു ഭാഗ്യങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. നിഹാൽ ചെറുപ്പത്തിലെ ചെസ് കളിക്കുമായിരുന്നു? ഞാൻ ആരെയും കളിക്കാറില്ല. വീട്ടിൽ ഗ്രാൻഡ് ഫാദർ കളിക്കുക, വൈഫിന്റെ ഫാദർ ചെസ് അത്യാവശ്യം അമച്വർ പ്ലെയർ വേണമെങ്കിൽ പറയാം. അത്രയുള്ളൂ. ആരും ഞങ്ങൾ പ്രൊഫഷണൽ പ്ലെയേഴ്സ് അത്ര വലിയ കളിക്കാരൊന്നും ആരുമില്ല. എല്ലാ കളിയുടെയും കൂട്ടത്തിലുള്ള ഒരു കളി എന്ന നിലയിൽ ചെസ്സിന് ഏറ്റവും കളിച്ചിരുന്നു. ഞങ്ങളൊരു ബോർഡ് വാങ്ങി വെച്ചിരുന്നു. അപ്പൊ അങ്ങനെ ഗ്രാൻഡ് ഫാദറായിട്ട് കളിച്ച് കുറേശ്ശെ കളിച്ച് അവന്റെ കളി എന്ന നിലയിൽ തന്നെ എടുത്ത് താല്പര്യം കാണിച്ച് പിന്നെ കുറച്ച് മികവ് കാണിച്ചു തുടങ്ങിയപ്പോൾ കുറച്ചും കൂടെ നല്ല കോച്ചിങ് വേണമെന്നൊക്കെ ഒരു തോന്നൽ വന്നു. അങ്ങനെ അപ്പോൾ സ്കൂളിൽ ആ സമയത്ത് ചെസ് കോച്ചിങ്ങിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്നി പഠിക്കുമ്പോൾ തന്നെ 16 പേരുള്ള ടേബിള്, അങ്ങനെ ഓരോ സമയത്ത് ഓരോ ക്രൈസുകളാണ്, അങ്ങനെയൊക്കെയുള്ള താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രിൻസിപ്പലിന് അറിയാം അങ്ങനെ ഒരു കുട്ടി ഉണ്ടെന്നുള്ള കാര്യം അറിയായിരുന്നു. അതുകൊണ്ട് ഒരു കണക്കിന് എളുപ്പമായി. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇവനെ ഇതിൽ താല്പര്യം കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രിൻസിപ്പൽ പറഞ്ഞു, ഇവിടെ സാധാരണ 5ാം ക്ലാസ് മുതലുള്ളവർക്കാണ് ചെസ് ഉള്ളത്, എന്നാലും നിഹാലായതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം, ഒന്ന് കളിപ്പിച്ച് നോക്കാം. അപ്പോൾ പഠിപ്പിക്കാൻ ഒരു സാറ് ആഴ്ച 2 ദിവസം വരുന്നുണ്ട്, നല്ലതാണെന്ന് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. സമ്മതിച്ചപ്പം അടുത്ത ദിവസം തന്നെ ക്ലാസ് ടീച്ചർ വിളിക്കുകയാണ്, ഇങ്ങനെ ചെസ് പഠിപ്പിക്കുന്ന ടീച്ചർക്ക് ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അത് ആരാണെന്ന് എനിക്കപ്പോൾ അറിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചിങ്ങനെ ഒന്നി പഠിക്കുന്ന പയ്യനെ പിടിച്ച് നിങ്ങൾ ഇതിനെ ബുദ്ധിമുട്ടിക്കണം, അങ്ങനെയുള്ള ഒരു ഇതായിരിക്കും, കുറച്ചും കൂടെ കഴിയട്ടെ, ഒരു സമാശ്വസിപ്പിക്കുന്ന എന്തെങ്കിലും ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഫോൺ എടുക്കുന്നത്. പക്ഷെ സാറ് ആദ്യം പറഞ്ഞ സെന്റൻസ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, പയ്യന് ടാലന്റ് ഉണ്ട്, ഞങ്ങൾ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പൊ അത് മാത്യു സാറായിരുന്നു. അപ്പൊ ആ സാറിനെ നമ്മൾ എന്നും നന്ദിയോടെ ഓർക്കുക. അല്ലെങ്കിൽ ഒരിക്കലും ചെസ് കളിക്കാരനാവില്ല, അതെനിക്ക് ഉറപ്പിച്ച് പറയാം. അവര് നിമിത്തങ്ങളൊന്നും അറിയില്ല, അതാ പറഞ്ഞത്. പിന്നെ ഈ ടൂർണമെന്റുകളിലാണെങ്കിലും ഒരിക്കലും പിന്നെ ഈ ആദ്യം ഉണ്ടാവുന്ന ഒരു 50 കളിക്കാർക്ക് വരെ സ്റ്റാൻഡേർഡ് ഉണ്ടാവും കളിയുടെ. അതൊരു ഭാഗ്യങ്ങളും ചിലപ്പോൾ ആ ദിവസത്തെ നമുക്കറിയാലോ പലപ്പോഴും സംഭവിക്കാറ്. സ്പോർട്സ് ഇവന്റ് ആകുമ്പോൾ എപ്പോഴും സംഭവിക്കാവുന്നതാണ്. പിന്നെ സ്കില്ല് മാത്രമല്ല അതില് എന്തെങ്കിലും ഇങ്ങനെ വലിയ ചാമ്പ്യൻഷിപ്പില് അല്ല ചെറിയ ചാമ്പ്യൻഷിപ്പിലൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ ഇഷ്ടംപോലെ തോറ്റിട്ടുണ്ട്. ഓരോ തോൽവിയിലൂടെയാണ് നമ്മൾ ശരിക്കും പഠിക്കാന്നല്ലേ പറഞ്ഞത്. വളരെ ചെസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇതിപ്പം ഏറ്റവും വലിയ കളിക്കാർ കൂടി പിന്നെ തോക്കാറുണ്ട്. തോറ്റാൽ മാത്രമേ തോൽവി എന്നുള്ളത് ഒരു ലേണിംഗ് പ്രോസസ്സായി എടുക്കുക എന്നുള്ളത് മാത്രമേ അതിൽ ചെയ്യാനുള്ളൂ. പക്ഷെ അതിലിപ്പോ നമ്മള് അമ്മ ഒരു സൈക്കാട്രിസ്റ്റ് ആണ്, മെഡിക്കൽ കോളേജിൽ തന്നെ വർക്ക് ചെയ്യാം. വീട്ടില് വേറെ അനിയത്തിയുണ്ട്. അനിയത്തി ഇപ്പം UKG പഠിക്കുന്നു. കളിയാണ് ബുദ്ധിമുട്ടുള്ള കളിയാണെങ്കിൽ കൂടി പലപ്പോഴും ചെസ് കളിക്കുന്ന എല്ലാവരും നല്ല പഠനം പഠിക്കുന്ന ആൾക്കാരുണ്ട്. നിഹാലിന്റെ പഠനമൊക്കെ എങ്ങനെ? പഠനം നല്ല ലെവലിൽ പോകുന്നുണ്ട്. പ്രൊഫഷൻസി പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ പഠനം ഇത് ചെസ്
ഏത് കളിയും പോലെ തന്നെ നമ്മൾ രണ്ടിനും ബാലൻസ് ചെയ്തുകൊണ്ട് പോകാന്നുള്ള മാത്രമേ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമുള്ളൂ. എന്നുവെച്ചാൽ ഇവിടെ ഇപ്പം ആനന്ദ് പോലും പറഞ്ഞായിട്ട് ഞാൻ ഇന്റർവ്യൂവിൽ വായിച്ചിട്ടുണ്ട്. 20 വയസ്സ് വരെ നമ്മുടെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ പഠിത്തത്തിൽ ഫോർമാറ്റീവ് ഇയേഴ്സ് തന്നെയാണ് ചെസ്സിലും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കിട്ടുന്ന ഒരു സമയം എന്ന് പറയുന്നത്. ഇതിലെ ബ്രേക്ക് വരുന്നത് കുറച്ച് പ്രോബ്ലം ഉള്ള കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ പഠിത്തം ബാലൻസ് ചെയ്തുകൊണ്ട് അപ്പം വെക്കേഷന് ഒരു ടൂർണമെന്റ്സിന് കൊണ്ടുപോകാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ വെളിയിലേക്കുള്ള കോമ്പറ്റീഷൻ വരുമ്പോൾ ഇപ്പൊ ഒത്തിരി വെളിയിലുള്ള ഇന്റർനാഷണൽ ടൂർണമെന്റിലൊക്കെ മത്സരിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ടൂർണമെന്റ് മത്സരിക്കുമ്പോൾ ആ സമയത്ത് പഠനത്തിൽ ഒത്തിരി ദിവസത്തെ നഷ്ടമല്ല ഉണ്ടാകുന്നത്. ഒരു 15 ദിവസം ചെയ്തെങ്കിലും പോകാറുണ്ട്. ഒരു 3 ഇന്റർനാഷണൽ ഇവന്റ്സിനാണ് പോയിരിക്കുന്നത്. നാഷണൽ ആണെങ്കിലും 10-12 3 ഇന്റർനാഷണൽ. ആദ്യം പോയത് അലൈനിലാണ്, UAE ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് 2013 എൻഡില്. 2014 ജൂണില് താഷ്കെൻഡിൽ പോയി ഉസ്ബെക്കിസ്ഥാൻ. പിന്നെ 14 സെപ്റ്റംബറിൽ സൗത്ത് ആഫ്രിക്ക ഡർബൻ. അപ്പൊ ഏതായാലും പ്രതീക്ഷ ഒരു ഗ്രാൻഡ് മാസ്റ്റർ എന്ന് തന്നെയാണ്. അതിൽ കുറഞ്ഞ മാസ്റ്റർ എന്ന് പറയുന്നത് സത്യമുള്ളതിന്റെ അങ്ങേയറ്റത്തെ പടവാണ്. അത് വളരെയധികം കുറച്ച് അതിനുവേണ്ടി ശ്രമിക്കും, അത്രേ പറയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ പിന്നെ എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഈ കൺസിസ്റ്റന്റ് ആയിട്ട് വളരെ ഹൈ ലെവലിൽ നമുക്കിപ്പം 100 മീറ്റർ ഓട്ടത്തിൽ തന്നെ ഇപ്പം ഒരു 10.5 ഉള്ള ആൾക്ക് 4 ആക്കാൻ ബുദ്ധിമുട്ടെന്ന് പറയുമല്ലോ. ആ ഒരു ബുദ്ധിമുട്ട് ഇതിലുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ മുകളിലേക്ക് എത്തുന്നതോറും നമ്മൾ ആ പെർഫോമൻസ് കീപ്പപ്പ് ചെയ്യാനും അതിനെക്കാട്ടിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്താലും മാത്രമേ മുകളിലേക്ക് കയറാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു വിഷയമുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ശ്രമിച്ചാൽ കഴിയും. എന്നുള്ളതാണ്. അവന് താല്പര്യം എന്താണെന്ന് വെച്ചാൽ ഗ്രാൻഡ് മാസ്റ്റർ ആവണം എന്ന് പറഞ്ഞിട്ടില്ല, കളി ബെറ്റർ ആക്കണം എന്നുള്ളത്. കളി ബെറ്റർ ആയാലും ഇതൊക്കെ നടക്കുള്ളല്ലോ. അങ്ങനെ ഈ പോരാട്ട വീര്യം കാണിക്കുമ്പോഴും ഈ കൊച്ചു പടയാളി വളരെ വളരെ ശ്രദ്ധാലുവാണ്. ഒരു ബോർഡിന് മുന്നിലെത്തി കരുക്കൾ നീക്കിയതിന് ശേഷം അടുത്ത ബോർഡിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ അടുത്ത മത്സരക്കാരന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ കളി മറക്കുന്നു, പുതിയ കരുക്കൾ മാത്രം അദ്ദേഹം കാണുന്നു. അത് കഴിഞ്ഞ് പിന്നീട് അടുത്ത ബോർഡിലേക്ക് ഒരു ഓട്ടമാണ്. ഇങ്ങനെ മടുപ്പില്ലാതെ ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ മത്സരം കഴിഞ്ഞു. എല്ലാവരും തന്നെ ഈ മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ ഒരു പേടിയോടുകൂടിയാണ് നിഹാലിന്റെ ഓരോ നീക്കത്തെയും കാണുന്നത്. കാരണം വളരെ പ്രതീക്ഷയോടുകൂടി ഈ 46 പേരുടെ അടുത്ത് പോയിട്ട് നിഹാൽ അടുത്ത് വന്നിട്ട് കേവലം ഒരു 10 സെക്കൻഡിനുള്ളിൽ ഒരു നീക്കം നടത്തി അവരുടെ നീക്കത്തെ നിഷ്പ്രഭമാക്കുകയാണ് നിഹാൽ. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈവ് ലിക്വിഡ് സ്റ്റെഫ്നർ. വർണ്ണവസ്ത്രങ്ങൾക്കും വെള്ളവസ്ത്രങ്ങൾക്കും ലോകത്തിലെ നമ്പർ 1 ലിക്വിഡ് സ്റ്റെഫ്നർ ലൈവ് ലിക്വിഡ് സ്റ്റെഫ്നർ. 2.5 മണിക്കൂർ മത്സരം നീണ്ടപ്പോൾ അതിൽ നിന്ന് കുറച്ച് ബോർഡുകൾ ഇപ്പോൾ അപ്രത്യക്ഷമായി. കാരണം നിഹാലിന്റെ നീക്കത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ പലരും ബോർഡ് മടക്കി. വീണ്ടും ഊർജ്ജസ്വലനായി ഇടയ്ക്ക് ഓരോ ബിസ്ക്കറ്റും കുറച്ച് വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് നിഹാൽ ഇങ്ങനെ ഊർജ്ജസ്വലനായി മത്സരം തുടരുകയാണ്.
പ്രതീക്ഷ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നിഹാലിനെ 5 വയസ്സ് തൊട്ട് അറിയും. 5 വയസ്സ് തൊട്ട് അറിയും. നിഹാൽ ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. നിഹാലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്ന് തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവാണ്. അതുപോലെ എല്ലാം തന്നെ അറിയാം. ഈ വർഷം എന്ന് പറഞ്ഞാൽ വേൾഡ് ജൂനിയർ പോയപ്പം കേരള ടീം കോച്ചായിട്ട് കണ്ടത് നിഹാലിനെയാണ്. ഏത് സംശയം എപ്പോൾ ചോദിച്ചാലും നിഹാൽ പറയുവായിരുന്നു. അപ്പോൾ പ്ലേയേഴ്സ് എല്ലാം നിഹാലിനെയാണ് കൂടുതൽ ആശ്രയിച്ചുകൊണ്ടിരുന്നത്. എല്ലാ ഓപ്പണിങ്ങുകൾ, എല്ലാ വേരിയേഷനും എല്ലാം കൃത്യമായിട്ടറിയാം. അതാണ് ഈ സൈമിൾട്ടേനിയസ് കളിക്കാൻ വേണ്ടത്. കാരണം ഒരു ഗെയിം കളിക്കും അത് മറക്കും. പിന്നെ പെട്ടെന്ന് അടുത്ത ബോർഡ് കണ്ടിട്ട് പെട്ടെന്ന് തീരുമാനം എടുക്കാനുള്ള കഴിവാണ്. നല്ല സൈമിൾട്ടേനിയസ് കളിക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു കഴിവ്, പെട്ടെന്ന് തീരുമാനം എടുക്കാനുള്ള കഴിവ് നിഹാലിന് ഒരുപാടുണ്ട്. അത് കൂടുതൽ വിജയങ്ങൾക്ക് കാരണമാകും. എന്നെപ്പോലെ ഒരു വലിയ ആൾക്കാർ, അല്ല ടി കെ ജോസഫ് സാറിനെ പോലെ ഒരാൾ വന്ന് ക്ലാസ് എടുത്താൽ പിള്ളേർക്ക് അത്രയ്ക്കാകില്ല. അപ്പോൾ അവരുടെ ഏജിലുള്ള ഒരാൾ വന്ന് ഇങ്ങനെ പറയുമ്പോൾ അത് പിള്ളേരെ ഒത്തിരി ബാധിക്കുകയും പിള്ളേരെ അത് കൂടുതൽ വർക്ക് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും കാരണമാവുകയും ചെയ്യാറുണ്ട്. നിഹാലിന് വലിയ ബുദ്ധിമുട്ടില്ല. കാരണം ഗ്രാൻഡ് മാസ്റ്റർ ടൂർണമെൻറ്റുകളിലൊക്കെ ഗ്രാൻഡ് മാസ്റ്റർമാരെയൊക്കെ നിഹാൽ തോൽപ്പിച്ചിട്ടുണ്ട്. മിക്ക ടൂർണമെൻറ്റിൽ 1-2 പേരെ തോൽപ്പിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു ഗ്രാൻഡ് മാസ്റ്റർ ടൂർണമെൻറ്റിൽ കൃത്യമായിട്ട് നോം കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എന്താ വെച്ചാൽ എല്ലാ ടൂർണമെൻറ്റിലും ഒരാളെ അല്ലെ 2 പേരെ തോൽപ്പിക്കാറുണ്ട്. അപ്പം 3 നോം കിട്ടിയാൽ മതി. ഇപ്പോൾ കാൻഡിഡേറ്റ് മാസ്റ്ററാണ് ഇത്ര ചെറുപ്പത്തിൽ തന്നെ. 3 ഗ്രാൻഡ് മാസ്റ്റർ നോം കിട്ടിയാൽ ഗ്രാൻഡ് മാസ്റ്റർ ആകും. അതിന് വലിയ വിദൂരമായ ദൂരം ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. വിശ്വനാഥൻ ആനന്ദ് ലോക ചാമ്പ്യൻ ആയപ്പോൾ പാലായി വന്ന് സൈമിൾട്ടേനിയസ് കളിച്ചായിരുന്നു, അണ്ടർ 16 ആയപ്പോൾ. എന്ന് പറഞ്ഞ പോലെ നിഹാൽ അണ്ടർ 10 ചാമ്പ്യൻ ആയപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് സൈമിൾട്ടേനിയസ് കളിച്ചു. നിഹാലും തീർച്ചയായും ലോക ചാമ്പ്യൻ അതുകൊണ്ട് തന്നെ ആകുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. സാധാരണ സൈമിൾട്ടേനിയസ് കളിക്കും ഏതെങ്കിലും ഗെയിമുകൾ ഡ്രോ ആകുകയോ പരാജയപ്പെടുകയോ ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ 48 പേരോടും നിഹാൽ വളരെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ വിജയം കണ്ടെത്തി. ചില ഗെയിമുകളിൽ കൗണ്ടർ അറ്റാക്ക് തന്നെ നടത്തി ജയിക്കേണ്ട പൊസിഷനിലുണ്ടായിരുന്നു. അതിലൊക്കെ തന്മയത്വപൂർവ്വം കളിച്ച് വിജയം കൈവരിച്ചു. എല്ലാവരോടും വിജയിച്ചു എന്നുള്ളതൊരു പ്രത്യേകതയാണ്. ഈ പ്രകടനം ഈ പ്രായത്തിൽ അത്ഭുതം ഉളവാക്കുന്നതാണ്. ജൂനിയർ ലെവലിൽ നിന്നും ആദ്യമായിട്ട് ഇന്റർനാഷണൽ മാസ്റ്റർ 3 നോം എടുക്കണം. അതിൽ കൂടിയാണ് കിട്ടാൻ സാധ്യത വരുന്നത്. അതിലൊരു നോം ഇപ്പോൾ ആയിട്ടില്ല. റേറ്റിംഗ് ഇപ്പോഴത്തെ ഉയരണം, 2400 മറ്റും റേറ്റിംഗ് എത്തണം. ആ അവസരത്തിലേ നോം ആകാനോ സാധിക്കുള്ളൂ. സാധാരണ ഇപ്പോഴത്തെ രീതിയിൽ പോവുകയാണെങ്കിൽ 2-3 വർഷത്തിനകം പ്രതീക്ഷിക്കാം. പിന്നെ 1 വർഷത്തിനകം ആകാൻ സാധ്യതയുണ്ട്. ഞാൻ ദീപിക സപ്ലിമെൻറ്റിൻ്റെ ചോക്ലേറ്റ് എന്ന ഇതിൽ ചെസ് കോർണർ എന്ന പട്ടിയിൽ നിഹാലിൻ്റെ പല ഗെയിമുകളും കൊടുത്തിട്ടുണ്ട്. അണ്ടർ 7 സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരുന്നപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽ നിഹാൽ പെടുന്നത്. അത് കഴിഞ്ഞ് പല ഗെയിമുകളും നെറ്റിൽ കൂടെ എടുത്തും നേരിട്ട് അവരോട് വാങ്ങിയും കൊടുക്കാറുണ്ട്. ഇപ്പോഴും ഞാൻ എഴുതിയ അവസാനത്തെ പുസ്തകം 6ാമത്തെ പുസ്തകത്തിൽ നിഹാലിൻ്റെ ഒരു ഗെയിമും എൻ ഗെയിമും ഒക്കെ കൊടുത്തിട്ടുണ്ട്.
നിഹാലിൻ്റെ വളർച്ചയിൽ 2-3 വർഷമായി നിഹാലിനോടൊപ്പം ഉണ്ടാകുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. നിഹാൽ നമുക്കൊക്കെ ഒരു അഭിമാന കുട്ടിയാണ്. ഇന്ത്യയുടെ യശസ് വാനോളം ഉയർത്താനായിട്ട് കഴിവുള്ള കുട്ടിയാണ്. നാളെ നിഹാൽ ലോകത്തിൻ്റെ ഉച്ചിയിലെത്തുമ്പോൾ അതിൽ ചാവറ സ്കൂളിലെ കുട്ടികൾക്കും പങ്കുണ്ടാകണം എന്നൊരു ചിന്ത. നിഹാലിൻ്റെ വളർച്ച ഓരോ നിമിഷവും മുന്നോട്ടുള്ള വളർച്ച കാണാനായിട്ട് ഒത്തിരി കൊതിക്കുന്നുണ്ട്. ഈ ദാഹം മറ്റു കുട്ടികളിലേക്കും പകർന്നു കൊടുക്കുക എന്നുള്ള ചിന്തയാണ് നിഹാലിനെ ഈ സ്കൂളിലേക്ക് ക്ഷണിക്കാനും ഇവിടെ വന്ന് ഇത്രയും കുട്ടികളുമായിട്ട് കളിക്കാനും ഒപ്പം അവരുടെ കൂടെ അല്പസമയം ചിലവഴിക്കാനും ഉള്ള അവസരത്തിന് വേണ്ടിയിട്ട് എനിക്ക് പ്രചോദനം നൽകിയത്. തീർച്ചയായിട്ടും ഇത് ഇവിടുത്തെ കുട്ടികൾക്ക് ഒത്തിരി വലിയ പ്രചോദനം നൽകിയിട്ടുണ്ട്. മത്സരം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി അവശേഷിക്കുന്നത് ഏകദേശം 10 ബോർഡുകൾ മാത്രമാണ്, 10 പോരാളികൾ മാത്രമാണ്. അദ്ദേഹത്തിന്റെ കരുകൾ കൊണ്ട് മറ്റെല്ലാവരെയും, ഈ 48 പേരിൽ 38 പേരെയും തോൽപ്പിച്ച നിഹാൽ ഒരു എന്താ ആ ബാല്യം ഇങ്ങനെ തിളക്കുകയാണ്.
ആ ഓട്ടം കാണുമ്പോൾ മനസ്സിലാവും. അതായത് പോരാട്ടം ഇങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും വീണ്ടും ഊർജ്ജസ്വലനായി ഓരോരുത്തരായിട്ട് തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിഹാൽ. കാണാം. വികൃതിയാണ് കേട്ടോ. ഇപ്പൊ ഇവിടെ നിന്ന് ഇന്റർവ്യൂവിന് വന്നിരുന്ന ആള് പപ്പാവിടെ വന്നപ്പോഴേക്കും ആളിറങ്ങി അസുഖ പിള്ളേരോടെ കളിക്കാൻ വേണ്ടി പോയി. എന്തൊക്കെ കളി വേറെ കളിക്കും? ആ ഷട്ടിൽ കളിക്കും. ലെഫ്റ്റ് ഹാൻഡർ ആയിട്ടല്ല, റൈറ്റ് ഹാൻഡ്. ഷട്ടിൽ കളി മാത്രമേ ഉള്ളൂ. എന്താണ് ഇപ്പൊ ചെസ്സിലെ അടുത്ത ഏറ്റവും വലിയ പ്രതീക്ഷ? എന്താണ് ലക്ഷ്യം? എല്ലാവരുടെയും ലക്ഷ്യമല്ല, നിഹാലിന്റെ ലക്ഷ്യം എന്താ? അതിന് എന്തൊക്കെ ചെയ്യണം? ആ സ്വപ്നം കാണുന്നത്. ഇതൊക്കെ ആരാ പറഞ്ഞത്? സ്വപ്നം കാണുന്നൊക്കെ ആരാ പറഞ്ഞത്? പ്രാർത്ഥിക്കണം. പിന്നെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതാണ് ഒരു വേൾഡ് ചാമ്പ്യന്റെ വാക്കുകളാണ്. പ്രാർത്ഥനയും പരിശ്രമവും ഉണ്ടെങ്കിൽ എന്തെങ്കിലും നടക്കൂ. അത് നടക്കട്ടെ. ലോക ചാമ്പ്യൻ അല്ലെങ്കിൽ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് നമ്മുടെ ഈ കൊച്ചുമിടുക്കൻ മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എല്ലാവരുടെയും നിങ്ങൾ ഓരോരുത്തരുടെയും അനുഗ്രഹം ഈ കൊച്ചുകുട്ടിയിലേക്ക് ചുരിയാം. നമ്മുടെ നല്ല നാടിന്റെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.